നല്ല കൈ കൊടു. അപ്പൊ നമ്മൾ എന്താ പരിപാടി? നൂൽ പൊറോട്ട. നമ്മൾ സാധാരണ പൊറോട്ടയൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാക്കി കഴിച്ചിട്ടാ. ഇത് വ്യത്യസ്തമായൊരു നൂൽ പൊറോട്ട നമ്മൾ ഉണ്ടാക്കാൻ പോണത്. അപ്പൊ നമ്മൾ അധികം വൈപ്പികൾ നമുക്ക് നേരെ നൂൽ പൊറോട്ട എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. മെല്ലെ 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 മാവ് ഒരുപാടുണ്ട്. അങ്ങനെ പൂഞ്ഞല്ല ചാല് പോലെ കുറച്ച് ഉപ്പ് മതിയാ. ഇത് കുറച്ച് മുട്ട. ഇത് വെറൈറ്റി ആണ്ടാ. എല്ലാവരും മുട്ട കഴിക്കില്ല. മുട്ട കൂടുതൽ തീരെ വരവില്ല കേട്ടോ. പഞ്ചസാര, നല്ല ശുദ്ധമായ പശുവിൻ പാല് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഉപ്പും പാലും പഞ്ചസാരയും കൂടി മതി. കുറച്ച് വെള്ളം മതി. എന്താണ് വെള്ളം ഒഴിക്കണല്ലേ? എണ്ണ ആക്കിയിട്ട് ഇനി റെസ്റ്റിൽ കിട്ടണം. അവിടെ ഇരിക്കട്ടെ. ഒരു പുളിയിട്ട് മൂടി കിട്ടണം. ഒരു 1.5 മണിക്കൂർ റെസ്റ്റിൽ കിട്ടണം. അപ്പം നമ്മൾ ഏകദേശം 2 മണിക്കൂറായിട്ടുണ്ട്. ആഹാ, നല്ല മൈദ മാവ് പോലെ അല്ലേ? വാ, അടിപൊളി. ഇനി ഇതിനെ ഹലുവ മുറിക്കും പോലെ മുറിക്കണം. നല്ല സോഫ്റ്റ് ആയിട്ട് മാവ്. ഇതാ, ഇതാണ് മാവ് സോഫ്റ്റ് ആകണ. ഇനി ബാക്കി നമുക്ക് പതുക്കെ പതുക്കെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇത് ഉണ്ട പിടിക്കണം. ഇതാ, അങ്ങനെ ചെറിയൊരു ഉണ്ടയാക്കിയ മാവ് സോഫ്റ്റാಗಿ പറഞ്ഞതാണ്. അവിടെ ഇരിക്കട്ടെ. ചെറിയൊരു ഉണ്ട പിടിക്കാൻ മുടുക്കണേട്ടാ. ഒരുപാട് വലിയ ഉണ്ടാക്കല്ലേ. ഇങ്ങനെ മാവിലെ ഇത് നല്ല മാവാട്ടത്. കുറച്ചും കൂടെ എണ്ണ ഒഴിച്ച് നല്ലോണം സൈഡ് മാറ്റി വയ്ക്കും. സാധാരണ ഒരു പൊറോട്ടക്കാളും വലിപ്പം ഉണ്ടാവും. ഓക്കെ, നല്ല സോഫ്റ്റ് ആയിട്ട് സാധനം. ഇത്രയേ ഉള്ളൂ സംഭവം. കണ്ടാ, ഇങ്ങനെ വയ്ക്കുക, കീറുക. ഇങ്ങനെ വെക്കുക. ഒരു തലക്കിന്നിങ്ങനെ ചുട്ട് 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 കൊണ്ടുവരിക. പകുതി വെക്കുക. അടുത്ത തല ഇങ്ങനെ ചുട്ട് 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 കൊണ്ടുവരിക. ഇതിൻ്റെ മുകളിൽ വെക്കുക. ഇനി ഇത് കുറച്ച് നേരം റെസ്റ്റിലിരിക്കണം. ഇത് നല്ല സുഖം കേട്ടോ. അതിൽ ഹോട്ടലിൽ പണിക്ക് പോകണം. ഈ പണി കിട്ടിയാൽ കുഴപ്പമില്ല. ഇപ്പം 2 കൈ ഉണ്ടായി ചേട്ടാ. വെക്കുക. അവിടെ നമ്മൾ മുഴുവനെ കാണിക്കണ്ട. എന്നറിയാം, നമ്മളെ പൊറോട്ട പണി കൊടുക്കും. കല്ല് വെക്കണം കേട്ടോ. വെച്ചോ.
എന്താ പൊറോട്ട നല്ല ഒന്നാന്തരം ബീഫ് കറി. അപ്പോൾ നമ്മുടെ നൂൽ പൊറോട്ട ടേസ്റ്റ് നോക്കാൻ പോകണം. കഴിക്കുക കേട്ടോ. ആ നല്ല ഒന്നാന്തരം ബീഫ് കറി കേട്ടോ. പിടിച്ചിട്ട് അങ്ങനെ എടുക്കാം. പൊറോട്ട ടേസ്റ്റ് കേട്ടോ അല്ലേ? നമ്മൾ സാധാരണ പൊറോട്ട കഴിക്കുമ്പോൾ കേട്ടാ ഇത് ഭയങ്കര ഫ്രീ ആയിട്ട് എങ്ങനെയുണ്ടോ ശരിക്കും? നൂൽ പൊറോട്ട ഇത് നമ്മൾ മറ്റേ പൊറോട്ട ഉണ്ടാക്കും പോലെ വലിയ പണിയില്ല കേട്ടോ. എന്നാ ഇത് പെട്ടെന്ന് മറ്റേ ആട്ടിട്ട് പരത്തി തോളിലൊക്കെ കൊട്ടും. കഴിഞ്ഞ പ്രാവശ്യം ഇതിൽ പൊറോട്ട തോളിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടാ. ഇത് സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാം. പിന്നെ നമ്മൾ ഉണ്ടാക്കി വലിയ വലിയ പൊറോട്ട അല്ലേ? നമ്മൾ പറയാം നൂൽ പൊറോട്ട ഉണ്ടാക്കണമെങ്കിൽ ഇത്തിരി തിക്കിലുണ്ടാക്കണം. എങ്കിലും അത് നമ്മൾ അടിക്കുമ്പോൾ ഇങ്ങനെ നൂല് പോലെ വരുള്ളൂ. നമ്മൾ പരത്തി ഉണ്ടാക്കിയാൽ നൂല് പോലെ വരുന്നത് കുറവായിരിക്കും. അപ്പോൾ അതിനാണ് ഇത്തിരി തിക്കിൽ ഈ സാധനം ക്ഷമയോടുകൂടി പതുക്കെ ചൂടാക്കി അപ്പുറം മറിച്ചെടുത്ത് കഴിഞ്ഞാൽ ഒരു പൊറോട്ട നൂൽ പൊറോട്ട ഒപ്പമില്ല. അത്ര ടേസ്റ്റ് ചെയ്യും. പിന്നെ നമ്മളിതിൽ മുട്ടയും പഞ്ചസാര ഇല്ലേ പാലൊക്കെ ചേർത്ത് പാലും മുട്ടയും ചേരുമ്പോൾ അതിൻ്റെ ഒരു മണം അതിൻ്റെ ടേസ്റ്റ് മാറി. അപ്പുറത്ത് കുറേ കുട്ടികൾ കഴിക്കാൻ നിൽക്കുന്നുണ്ടാ. പൊറോട്ട നമ്മൾ തിന്നിയുണ്ട് അല്ലേ? നമ്മൾ കൊടുത്തുവിടാം. ഇതൊന്നും കഴിച്ചത്തില്ല. ഒരു പൊറോട്ട ഒരാളൊരു പൊറോട്ട അല്ലേ? ആ കറക്റ്റ്. രതീഷക്കാൻ 2-3 കഴിക്കും. സാധാരണപ്പെട്ട ആൾക്ക് ഒരെണ്ണം ഒരു പൊറോട്ട കറക്റ്റായിരിക്കും. ഇത് നൂഡിൽസ് കഴിക്കുമ്പോഴേ നൂഡിൽസേ ഇത് ബീഫ് കറി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു 4-5 വർഷത്തിന് മുന്നുണ്ടാക്കിയ ബീഫ് കറിൻ്റെ റെസിപ്പിയാണ് നമ്മൾ ഇപ്പോൾ എടുത്തുകിട്ടാം. അതൊരു 1-1.5 സംഭവമാണ്. സൂപ്പറാണ്. അല്ലെങ്കിൽ തന്നെ പൊറോട്ടയും ബീഫ് കറിയും സൂപ്പറാണ്. അതെ, ഇത് സ്പെഷ്യൽ ബീഫാണ്. സ്മൂത്ത് പൊറോട്ടയും. ഇതെൻ്റെ വീട്ടിലൊക്കെ ഇത് റെസിപ്പി ഉപയോഗിച്ചിട്ടാണ് വീട്ടിലേക്ക് ബീഫ് ഉണ്ടാകുന്നത്. സംഭവം അടിപൊളി കറി. പൊറോട്ടയ്ക്കെന്നല്ല പൊതുവെ എല്ലാത്തിനും ഇത് ചേരും. പിള്ളേർ എങ്ങനെയുണ്ട് സാധനം? നല്ല ടേസ്റ്റ് ഉണ്ടാ. അപ്പോൾ സംഭവം നമ്മൾ തിന്നെയും കുറേ പൊറോട്ട ഇട്ടിട്ടാ. അപ്പോൾ നമ്മുടെ കൂടെ ഹെൽപ്പ് ചെയ്യുന്ന ആളുകളുടെ വീടുകളിലേക്ക് നമുക്ക് കൊടുത്തുകൂടാ. പിന്നെ കുട്ടികൾക്കൊക്കെ ഇത്തിരി കൊടുത്തുകൂടാ. അവർക്ക് വീട്ടിൽ കൊണ്ടുകൂടാ. അങ്ങനെയാണ് നമ്മുടെ പരിപാടികൾ. നമ്മളോട് വീഡിയോ കഴിഞ്ഞാലും നമ്മൾ കുറേ ആളുകൾ വരും. നമ്മൾ ചിലപ്പോൾ 4 മണി 3 മണിക്കൊക്കെ നമ്മൾ ടേസ്റ്റ് നോക്കും. ഒരുപാട് സമയമാണെങ്കിൽ പ്രത്യേകിച്ച് ഞായറാഴ്ചകൾ ഒരുപാട് ആളുണ്ടാട്ടാ. അപ്പോൾ ഇതൊക്കെ നമുക്ക് കുട്ടികൾ കൊണ്ടുപോകാനുള്ളൂ. എന്താ പറയുക, ഒരു 100 അല്ലേ 100 പൊറോട്ടൻ്റെ മേലുണ്ടാവും അല്ലേ? ഒരു 100 പൊറോട്ടൻ്റെ മുകളിലുണ്ടായിരുന്നു. വലിയ വലിയ പൊറോട്ട ഉണ്ട്. ശരിക്കും സാധാരണ ഒരു 100-300 പൊറോട്ട സാധനം ഉണ്ടായില്ല. ഇത് നമ്മളൊരു 100 പൊറോട്ട വീട്ടിലേക്ക് കൊണ്ടുപോയി 2 പൊറോട്ട കൊണ്ടുപോയി ഒരു വീട്ടിലേക്ക് കറക്റ്റായി കുറച്ച് കഴിക്കുന്ന ആളുകൾക്ക്. അപ്പോൾ എന്തായാലും സംഗതി ഒരു രക്ഷയില്ല. അടിപൊളി സാധനം ഇല്ലാളിയാ, ഒരു രക്ഷയില്ല സാധനം. അപ്പോൾ വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ നിങ്ങൾ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കാൻ നമ്മുടെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ബെല്ലേയും കൂടി എനേബിൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിച്ചേരും. അപ്പോൾ ഇതിൽ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.